ദൈവമേ, സ്തോത്രം സ്തോത്രം. മഹാപരിശുദ്ധനും നിത്യനുമായ സ്വർഗീയ നല്ല പിതാവേ, നല്ലതും വിലയേറിയമായ പ്രഭാതത്തിനായി നന്ദി ഹൃദയത്തോടെ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ജ്ഞാനമുള്ളവർ ഇവയെ ശ്രദ്ധിക്കും, അവർ യഹോവയുടെ കൃപകളെ ചിന്തിക്കും. ദൈവമേ, സ്തോത്രം. അടിയങ്ങൾക്ക് നീ നൽകിയിരിക്കുന്ന വചനത്തിനായി നന്ദി പറയുന്ന കർത്താവെ, യഹോവയുടെ കർത്താവെ, കൃപകളെ കുറിച്ച് ചിന്തയുള്ളവരായി തീരുവാൻ തക്കണം കർത്താവെ. ജ്ഞാനത്തോടെ പരിജ്ഞാനത്തോടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാനുള്ള കൃപയ്ക്കായി അടിയങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് അപേക്ഷിക്കുന്നു കർത്താവെ. ഈ പ്രഭാതത്തിൽ അടിയങ്ങളെ അതിനായി ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, ഹല്ലേലൂയ. നീ അടിയങ്ങൾക്ക് തരുന്ന കൃപകളെ കുറിച്ച് കർത്താവെ സ്തോത്രം ചിന്തിച്ച് കർത്താവെ, ഹല്ലേലൂയ, അതിൽ ബലപ്പെട്ട് ജീവിക്കാനുള്ള കൃപ അടിയങ്ങൾക്ക് നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയുടെ കർത്താവെ, ഈ 100-ാം ദിവസം കർത്താവെ അടിയങ്ങൾ പിന്നിടുമ്പോൾ ദൈവമേ, സ്തോത്രം കർത്താവെ, ജ്ഞാനത്തോടെ കർത്താവെ, ഹല്ലേലൂയ, നിന്റെ വചനങ്ങളെ ചിന്തിക്കുവാനും പ്രവർത്തിപ്പാനും ഹല്ലേലൂയ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാനുള്ള കൃപ അടിയങ്ങൾക്ക് നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം നീ ഞങ്ങളെ വഴി നടത്തിയ കർത്താവെ, ഈ 100 ദിവസക്കാലം കർത്താവെ ഈ പ്രാർത്ഥനകൾ കേൾക്കുകയും കർത്താവെ സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ദൈവമേ, ആശ്വാസം കണ്ടെത്തുകയും ചെയ്ത എല്ലാ ദൈവജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തുടർന്നും അവരെ നീ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഹല്ലേലൂയ, അനേകരിലേക്ക് കർത്താവ് വചനം എത്തുവാൻ തക്കോണം, ഹല്ലേലൂയ, നിന്റെ നാമം എത്തുവാൻ, ഹല്ലേലൂയ, സ്തോത്രം, നിന്റെ വചനം എന്നും പ്രഭാതത്തിൽ എത്തുവാൻ തക്കോണമുള്ള കൃപ നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കുന്നവർക്ക് എല്ലാവർക്കും കർത്താവെ സ്തോത്രം വലിയ അനുഗ്രഹമായി തീരുവാൻ സ്വർഗം സഹായിക്കുന്നല്ലോ. നന്ദി പറയുന്നു കർത്താവ്. തുടർന്ന് നീ ബലപ്പെടുത്തണം, മഹത്വം കൊടുക്കണം. സകലത് യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.